ഞാൻ 15 വർഷക്കാലമായിട്ട് നിങ്ങളുടെ സേവനം ചെയ്തപ്പോൾ പല തെരഞ്ഞെടുപ്പിലും പല അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കേൾക്കാനുള്ള പിന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ നടക്കുമെന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുപോയി. ഈ തവണ പ്രത്യേകിച്ച് നമ്മുടെ എതിരാളികൾ നടക്കുന്നത് 15 വർഷക്കാലം ഒന്നും നടന്നിട്ടില്ലല്ലോ തിരുവനന്തപുരത്ത് എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾക്കൊരു മറുപടി കൊടുക്കാൻ ഒരു 68 പേജിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഇറക്കുന്നത്, ഇംഗ്ലീഷിലും മലയാളത്തിലും. ഇംഗ്ലീഷ് ഒരു എതിരാളിക്ക് വായിക്കാൻ കൂടെ സൗകര്യം ഉണ്ടാവും വിചാരിക്കുന്നു. മറ്റേ ആൾക്കാർക്ക് വായിക്കാനുള്ള എല്ലാ ഭാഷയിലും നമ്മൾ ജനങ്ങളുടെ അടിയിൽ എത്തിക്കണം. ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇത് മാത്രമാണ്. നമ്മൾ പല കാര്യങ്ങളെ ഈ നഗരത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു. ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ തന്നെ സംബന്ധിച്ച് പല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. എനിക്കിപ്പോൾ കൂടി ഓർമ്മയുണ്ട്, ഒരു ആദ്യത്തെ ചടങ്ങിൽ ഒരു മാധ്യമ സ്ഥാപനം പല പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിച്ചു. അതിന് അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, വേറെ ജനങ്ങളുണ്ടായിരുന്നു. 15 വർഷം മുമ്പ് കഥ പറയണം ഞാൻ. അവിടെ ആൾക്കാരൊക്കെ ഏതൊക്കെയാണ് അവരുടെ മനസ്സിൽ ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു. അത് മുതൽക്ക് തന്നെ ഞാൻ ഓരോരോ കാര്യത്തിൽ ഇടപെട്ടതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എത്തുന്ന സമയത്ത് അറിയാത്ത ചില കാര്യങ്ങളായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. ഉദാഹരണമാണ് ഈ നാഷണൽ ഹൈവേ ബൈപ്പാസിൻ്റെ കഥ. ഞാൻ പ്രചരണം ആരംഭിച്ച ശേഷമാണ് ആൾക്കാർ കണ്ണിൽ നീര് വെച്ചിട്ട് വന്ന് പറഞ്ഞത്, നോക്കൂ സാറേ, 40 വർഷമായി ഞങ്ങളുടെ ഭൂമിയിൽ കല്ലിട്ടിട്ട്, പക്ഷേ ഈ ഹൈവേ ആരും കെട്ടിയിട്ടില്ല. ഓരോരോ തടസ്സങ്ങൾ ബന്ധത്ത് മാറ്റിയിരിക്കുന്ന 40 വർഷം കഴിഞ്ഞു. നിങ്ങൾ ഒന്നുമല്ലെങ്കിൽ ഈ കല്ല് മാറ്റിത്തരൂ, അല്ലെങ്കിൽ ഈ ഹൈവേ കെട്ടിത്തരൂ. ഈ സ്ഥിതി ഞങ്ങൾക്ക് തുടരാൻ സാധിക്കില്ല. ഞാനതിനൊരു വെല്ലുവിളി എടുത്തിട്ട് എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ജയിച്ച ശേഷം ഡൽഹിയിൽ നാടിന് തിരിച്ചു പോയപ്പോൾ ആ കാലത്ത് ഹൈവേ മന്ത്രി ശ്രീ കമൽനാഥിനൊപ്പമായിരുന്നു. ആ കാലം മുതൽക്ക് മന്ത്രിമാരെയും കണ്ടിട്ടും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടും ഈ പ്രോജക്റ്റിന് അപ്രൂവൽ മേടിച്ച് അതിനെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി. എനിക്കറിയാം, അവസാന മന്ത്രി അതേ കാര്യത്തിൽ ഓസ്കർ ഫെർണാണ്ടസ് അതിൻ്റെ കഴിഞ്ഞ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 2013 യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് പിന്നെ എല്ലാ സ്റ്റേജിലും ഈ റോഡിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എല്ലാറ്റിലും മുൻകൈ എടുത്ത് സർവേ നടത്താൻ സർവേയർമാരെയൊക്കെ വേറെ ജോലിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. റവന്യൂ മിനിസ്റ്ററെ വിളിച്ചിട്ട് സർവേ നടത്തിപ്പിക്കാനും സമയത്ത് ഇറക്കാനും ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്ററിനെ വിളിച്ചതും കൂടി ഞാൻ ഏറ്റെടുത്തു. എനിക്ക് മനസ്സിലായി, ആൾക്കാർ ചിലവർ വിചാരമാണ് മുദ്രാവാക്യങ്ങൾ വിളിച്ചാൽ വികസനം വരുന്നത്. എനിക്കറിയാം അത് സത്യമല്ല. നമ്മൾക്ക് ഓരോരോ കാര്യത്തിൽ ഒരു ഡിലിജൻസോടെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതോടെ വലിയ അഭിമാനത്തോടെ ഇതെല്ലാം നടന്ന് ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ച ശേഷം ആദ്യത്തെ ചെക്കുകൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്നത് കാണാൻ എനിക്ക് എത്ര വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അതുമാത്രമല്ല, ഇത് 2014 തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്ന മുമ്പെല്ലാം ആരംഭിച്ച കാരണം ഇലക്ഷൻ വന്നിട്ടും കൂടി പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചു. അതോടെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം കിട്ടി, പ്രത്യേകിച്ച് 40 വർഷം മുതൽ കാത്തിരിക്കുന്നത്.